ഹായ്, ഇന്നത്തെ റെസിപ്പി തൂക്കുമീൻ വറുത്തതാണ്. ഇതിന് പല പേരുകളുണ്ട്. ഉപ്പുമീൻ, ഉണക്കമീൻ എന്നൊക്കെ പറയും. അപ്പോൾ മീൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതിൻ്റെ തൊലി നമ്മൾ എടുക്കുകയില്ല. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ആദ്യം മുറിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഈ ഒരു സൈസ് മതി. അതിനുശേഷം 2-3 തവണ കഴുകുന്നുണ്ട്. പച്ചവെള്ളത്തിൽ 2-3 തവണ കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു പത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു പത്ര പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പത്രം ഇടുന്നത് ഇതിൻ്റെ ഉപ്പ് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് പത്രത്തിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് വെക്കുക. അപ്പോൾ ഉപ്പെല്ലാം പത്രത്തിലോട്ട് പിടിക്കും. മുഴുവനല്ല, എന്നാൽ ഓൾമോസ്റ്റ് ഉപ്പെല്ലാം അതിലേക്ക് പിടിക്കും. അതിനുശേഷം വീണ്ടും നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് ഇവിടെ ചേർക്കുന്നത്. അതിനുശേഷം 1 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇവിടെ പ്രത്യേകമായിട്ട് ഓർക്കേണ്ട കാര്യം, ഇവിടെ നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓൾറെഡി ഉപ്പുമീനാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മസാല തിരുമ്മി വെക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം നമ്മളിതൊന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. 10 മിനിറ്റിന് ശേഷം ഇത് പാനിലിട്ട് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം പാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യം മീൻ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചാലാണേലും മതി. അതിനുശേഷം മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം മീനെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം വീണ്ടും വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വെളിച്ചെണ്ണയും നന്നായിട്ട് മീൻ മുങ്ങിക്കിടക്കണം. ഈ മീൻ വറുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ചിട്ടാൽ മതി, സിമ്മിലിട്ടാൽ മതി. ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇടയ്ക്ക് 2-3 തവണ ഇളക്കി കൊടുക്കണം. കറിവേപ്പില 1.5 തണ്ട്, വെളുത്തുള്ളി ഒരു 30 എണ്ണം, അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ചെറിയുള്ളി ഒരു 10-30 എണ്ണം എടുത്തിട്ടുണ്ട്. അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മീനിലേക്ക് ഈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് ഒരു 10-12 മിനിറ്റിന് ശേഷമാണ്. എന്നിട്ടെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 2-3 മിനിറ്റിന് ശേഷം മീനെല്ലാം നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉള്ളി വെളുത്തുള്ളി ഒന്നും കരിഞ്ഞു പോവാതെ നോക്കണം. അപ്പം മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് ഇതിൻ്റെ കണക്ക്. ഈ മീൻ വറുത്ത് നമുക്ക് കപ്പ വേവിച്ചതിൻ്റെ കൂടെയും അതുപോലെ ചക്ക വേവിച്ചതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു സോ മച്ച്.